ഭാവിയെ രൂപപ്പെടുത്തുന്ന തീരുമാനങ്ങൾ. ചിലപ്പോൾ നാം വഴിതെറ്റും. ഇന്നത്തെ രാത്രി അങ്ങനെയുള്ള ഒരു യാത്രയുടെ കഥ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നു. സെയിന്റ് സ്റ്റീഫൻസ് അവതരിപ്പിക്കുന്നു ദ മിസ്ഗൈഡഡ് സ്റ്റാർ. ഈ സ്കിറ്റിലെ കഥാപാത്രങ്ങളും സംഭവങ്ങളും പൂർണ്ണമായും സാങ്കല്പികമാണ്. ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ ഏതെങ്കിലും വ്യക്തികളുമായി ഇതിന് സാമ്യം തോന്നുന്നുവെങ്കിൽ അത് തികച്ചും യാദൃച്ഛികം മാത്രമാണ്. ചേച്ചി, ഈ അരിക്ക് എന്താ വില? 35 രൂപ കിലോയ്ക്ക്. ഈ അരിക്ക് എന്താ വില ചേച്ചി? 1 കിലോ 50 രൂപ. കുറഞ്ഞ വിലയുടെ അരി കിട്ടുന്നുണ്ടോ ചേച്ചി? 35 രൂപയെ കുറഞ്ഞ ഒന്നും ഇവിടെ ഇല്ല. നിനക്ക് അരി വേണോ? ചേച്ചി, എന്നാൽ കുറഞ്ഞ വിലയുടെ 1 കിലോ അരി എടുത്തേക്ക് ചേച്ചി. അരി ഒരു 1/4 കിലോ പയറും കൂടി എടുത്തേക്കാമോ? ഇവനെവിടെ പോയി? അയ്യോ, കള്ളൻ കള്ളൻ കടയിൽ നിന്ന് സാധനം എടുത്തോണ്ട് പോന്നേ. എന്താ ചേച്ചി? ഒരു കള്ളൻ കടയിൽ സാധനം മോഷിച്ചോണ്ട് ഓടുന്നു. അയ്യോ ചേട്ടാ, എന്നെ എന്ത് ചെയ്യരുത്. എടാ, നീ പട്ടാപ്പകൽ കട്ടോണ്ട് ഓടുന്നോടാ. ചേട്ടാ, എന്നെ അടിക്കരുത്. ഞാൻ നിവൃത്തിയെ കൊണ്ട് ചെയ്തു പോയത്. എന്റെ കുഞ്ഞുങ്ങൾ പട്ടിണിയിലും. ഇത് നിങ്ങളുടെ ദയവായി നിർത്തരുന്നേ. നിനക്ക് എങ്ങനെ ധൈര്യം വന്നടാ മോഷ്ടിച്ചോണ്ട് ഓടാനായിട്ട്? Hey guys, what are you doing? Leave him alone, that poor man. Cheta, Saadilla Cheta, let me help you. Here, drink some water. Guys, what a situation we have, unfolding right before our very eyes. You see, these people are practically assaulting this poor man. Well, because he's trying to survive. Guys, look, he has no other option but to steal to survive. Think about that for a second. In a world of plenty, some people are just forced to do these kinds of things to simply eat. These guys are yelling, criticizing, and practically beating him. Tell me, Chad, is this just? Is this how we treat our fellow human beings? Let me know in the comments. What would you do? Cheta, let me take you to the hospital. This is going to be huge. The comments are already blowing up. Hero blogger exposing injustice, powerful content. This is exactly what we needed. See, the numbers are climbing fast. This is going to be an easy hit with 1 million views by tomorrow. May I come in? എടാ, നിന്റെ അഭിനയം കലക്കി. നീ കരഞ്ഞങ്ങ് തകർത്തുവല്ലോ. ഞാൻ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിരുന്നു വെച്ചാൽ. എടാ നോക്കിക്കേ, നമ്മുടെ പടമൊക്കെ യൂട്യൂബിൽ വന്നു. എത്ര ലൈക്സ് ആണ് വന്നിരിക്കുന്നത് നോക്കിയേ. നമ്മളും ഫേമസ് ആവുമായിരിക്കും അല്ലേ? ഇങ്ങനെയൊക്കെ അവൻ വിചാരിച്ചില്ല. അല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ പാവതാക്കിയായിരുന്നു.
ആദ്യമായിട്ടാണ് നമ്മൾ അടി ഇങ്ങോട്ടും മേടിക്കാതെ പോകുന്നത്. അച്ചായൻ ഇവരെ എവിടെ നൊപ്പിച്ചു? എടാ നീ ബോംബെ ധാരാവി ധാരാവി എന്ന് കേട്ടിട്ടുണ്ട്. അവിടുന്ന് സംഘടിപ്പിച്ച ദൈവന്മാര്. അങ്ങനെ അവസാനം അച്ചായന്റെ ഒരു ഐഡിയ വർക്കൗട്ടായി. എന്താണോ പറഞ്ഞത്? അല്ല, അച്ചായൻ കാരണം അവൻ രക്ഷപ്പെട്ടെന്ന് പറയായിരുന്നു. അതാണ് ഈ സഖാവ് ജോർജ്. ആ അതൊക്കെ പോട്ടെ, എവിടെയാ എന്റെ ഷെയർ? Here, Achaya. Yo, Achaya, don't take all that money. I need that money for something urgent. See, the numbers are climbing so fast. It's easily gonna hit 1 million views by tomorrow. I'm gonna be a millionaire. മോനെ ജോ, Oh, Achin, you're here? യേശു മശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. മോനെ, we heard you what you are talking. Whatever you heard, I hope you liked it. What you are doing is not right, Mone. You are cheating the innocent people. What are you talking about, Achan? People liked it. I'm famous now, I'm making money. This is TikTok world. മോനെ, ഇങ്ങനെയല്ലടാ പൈസ ഉണ്ടാക്കുന്നത്. ചെയ്യുന്ന കാര്യത്തിന് ഒരു സത്യസന്ധത വേണ്ടേ? പിന്നെ ആ സഖാവ് ജോർജുമായിട്ടുള്ള കൂട്ടുകെട്ട് അത്ര ശരിയല്ല. അവനൊരു ചതിയനാണ്. അവനെ വിശ്വസിക്കാൻ പറ്റത്തില്ല. അവൻ നിന്നെ കുഴിയിൽ ചാടിക്കും. I don't know what you guys are talking about. He's a gentleman. He helped me a lot. വിനാശകാലെ വിപരീത ബുദ്ധി. എന്നാലും അത് ശരിയല്ലല്ലോ കപ്പിയാരെ. അച്ഛാ, നമുക്കൊരു കാര്യം ചെയ്യാം. അവൻ്റെ വീട് വരെ പോയി സംസാരിക്കാം. എന്നാ ശരി, നമുക്ക് പോവാം. Mom, I'm going out. I'll be back later. മോനെ, നീ എവിടെ പോകുന്നത്? I'm going out with my friends to finish my work. ഈ വെളുപ്പം കാലത്ത് നിനക്ക് എന്ത് പണിയാണ്? You don't need to know. I'm not a kid anymore. എടാ മോനെ, നീ ഇങ്ങനെയാണോ ഡാഡിയോട് സംസാരിക്കുന്നത്? I'm leaving right now, so I don't have time to waste. Guys, don't bother him. Let him do his things. Mom, Dad, our Achan is here. ആ അച്ഛനോ? ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ഛോ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അച്ഛൻ എന്താ പതിവില്ലാതെ ഈ വഴിക്ക് കേറി വാച്ചൻ? ജെയിംസേ, നിന്റെ മോന്റെ കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ വന്നത്. എന്താ? അതോ, ഞാൻ അച്ഛനോട് നല്ല പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ അവന് വേണ്ടി നോക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓ, പെൺപിള്ളാര് വല്ലതും അവന് വേണ്ടി ശരിയായോ അച്ഛോ? അവൻ ആദ്യം ഒന്ന് ശരിയാവട്ടെ, പിന്നെ നമുക്ക് നോക്കാം പെൺപിള്ളാരെ. അതെന്താ അച്ഛാ? അപ്പൊ നിങ്ങൾ ഒന്നും അറിഞ്ഞില്ലേ? എന്താണ് അച്ഛൻ ഞങ്ങൾ അറിയാവുന്നത്? നിങ്ങൾ മകന്റെ യൂട്യൂബ് വീഡിയോ കണ്ടിരുന്നു? Oh yeah, we watched it. It went viral. He has million viewers in media now. He's famous now. അതെ അതെ, അത്
അതിന്റെ വിശേഷം ഒന്ന് പറയാനായിട്ടാണ് ഞങ്ങളിപ്പം വന്നിരിക്കുന്നത്. ഒരുത്തിനെ ഇടിച്ച് വ്ലോഗ് ചെയ്ത് ഫേമസ് ആയി അല്ലേ? അതത്രയും നല്ല കാര്യമല്ല ജെയിംസ്. അച്ഛൻ എന്താ പറഞ്ഞത്? ഞാനും കണ്ടതാണല്ലോ വീഡിയോ. അവനപ്പോ ഒരാളെ രക്ഷിച്ചിട്ടുണ്ടായിരുന്നോ? അല്ലെന്നേ. നീ അവനെ സപ്പോർട്ട് ചെയ്ത് വഷളാക്കി. ഇനി എന്തെല്ലാം പ്രോബ്ലമാണോ വരാൻ പോകുന്നത് അറിയില്ല. നിങ്ങളൊന്ന് ചുമ്മാ ഇരിക്കും മനുഷ്യ. അച്ഛാ, അവൻ അവന്റെ പ്രായത്തിന്റെ ചാതന്യത് ചെയ്തു പോയതാ. അച്ഛൻ അവന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും നമുക്ക് അവന് വേണ്ടി പ്രാർത്ഥിക്കാം. എന്നാലും നിങ്ങൾ രണ്ടുപേരും ചേർന്ന് അവനെ ഒന്ന് ഉപദേശിക്കണം. ചെയ്യാ അച്ഛൻ. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ. എടാ, നമ്മുടെ കാര്യം ഒരു അധോഗതിയായല്ലോ. ഷോ, ഇന്ന് കാശില്ലാതെ വീട്ടിൽ പോയാൽ എന്റെ കാര്യം പോകാം. ഫേമസ് ആവാൻ നോക്കി, പക്ഷേ നമുക്കിപ്പം പുറത്തിറങ്ങാൻ വയ്യാത്ത സിറ്റുവേഷൻ ആയി. നീ ഇപ്പം എന്തോ ഒരു മാർഗം കാശുണ്ടാക്കാൻ. എടാ നോക്കടാ, ആരാ പറഞ്ഞ? ഓ, ജോർജ് അച്ഛൻ. തേടിയ വള്ളി കാലിൽ ചുറ്റി. ജോർജ് അച്ഛൻ. ആ, നിങ്ങളോ? പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നിങ്ങളൊന്ന് ഫേമസ് ആയി പോയല്ലോ. അച്ഛൻ കാരണം ഞങ്ങൾക്ക് വീട്ടിൽ പോലും കയറാൻ പറ്റുന്നില്ല. ഒരു പണിയുമില്ല, ഒരു നയ പൈസയുമില്ല. അച്ഛൻ ഞങ്ങൾക്ക് കുറച്ച് കാശ് ഒപ്പിച്ചു തരണം. ഞാൻ എവിടെ ഒപ്പിച്ചു തരാനും? ഞങ്ങൾക്ക് കിട്ടിയതെല്ലാം ഞങ്ങളൊന്ന് വിധിച്ചു വന്നില്ലായിരുന്നു. ആഹാ, അങ്ങനെ പറഞ്ഞാലല്ല. നിങ്ങൾ പറഞ്ഞിട്ടല്ലേ നിങ്ങൾ ഇങ്ങനെ ചെയ്തത്. രണ്ടടി കൊടുക്കാൻ പറഞ്ഞിട്ട് നീയൊക്കെ അങ്ങ് അഭിനയിച്ച് ഓവറാക്കി കളഞ്ഞില്ലേ? നീ ഒന്ന് ചുമ്മാതിരിക്കണം. ഫേക്കായി അടിച്ചത് നിങ്ങൾക്ക് റിയൽ ആക്കാനും അറിയാം. കൂൾ ഡൗൺ ബോയ്സ്, നമുക്കൊരു വഴി ഉണ്ടാക്കാം. അങ്ങനെ പറ അച്ചായ. യവന്മാര് നമുക്ക് പാരയാവുമോ? നിങ്ങളൊരു കാര്യം ചെയ്യും. പൈസ മുഴുവൻ ഉണ്ടാക്കിയത് ആ ചെക്കനല്ലേ? അവന്റെ കയ്യിൽ നിന്ന് നമുക്ക് കാശടിച്ചു മാറ്റാം. അത് കൊള്ളാം, ഗുഡ് ഐഡിയ. നിങ്ങൾക്ക് അവൻ കാശ് തന്നില്ലെങ്കിലേ റിയലായിട്ട് ഒരു അടി നടത്തി കാശ് വാങ്ങിച്ചോണ്ടേ വരാം കേട്ടോ. എന്നാ വാ, നമുക്ക് അങ്ങോട്ട് പോവാം. കിട്ടുന്നതിന്റെ 50-50 കേട്ടല്ലോ. Hey Joe, recording okay? എങ്ങനെ പോണം? You became famous because of us, but you didn't show any appreciation. We need more money, man. I gave you enough money for your work. I don't have any more money. അങ്ങനെ പറഞ്ഞ എങ്ങനെ? You have to give us money. We're done here. I have no more time to talk to you. എന്ത് പറഞ്ഞടാ? നീ കാരണം ഞങ്ങളുടെ വഴിമുട്ടി. Leave me alone. I have no more money to give. പൈസ ഇല്ലെങ്കിൽ നിന്റെ ക്യാമറ ക്വാളിറ്റി ഇവിടെ കാണാം. അയ്യോ, എന്നെ ഇടിച്ച പപ്പടമാക്കി. അയ്യോ, എന്റെ കാലേ. Oh my goodness. I lost everything. Please someone help me. അയ്യോ അച്ഛാ, അത് നമ്മുടെ ജോ അല്ലേ? ആണല്ലോ. മോനെ ജോ, വാട്ട് ഹാപ്പൻഡ്?
When I warned you, Joe, you did not listen to me. See what has happened to you? It's okay, Mone. Nee elunekku. Let me take you to your home. അയ്യോ മോൻ എന്ത് പറ്റി? ജെയിംസ് ഇവനെ അങ്ങോട്ട് കയറ്റിയിരുത്ത്. ഈവൻ സം വാട്ടർ. മോളെ അവന് കൊടുക്കാനെ കുറച്ച് വെള്ളം എടുത്ത് ഓടി വന്നേ. എന്താ പറ്റിയത്? ഇവൻ എന്തോ പറ്റി? അവന്റെ ഫേക്ക് വീഡിയോ വരുത്തിയ വിനാണിത്. മോനെ ജോ, Please forgive me, Arjun. I never expected this. It hurts. you tried to boost your online image with a fake setup, but it backfired, leaving you hurt and humiliated. Let this be a moment of reflection. Like the foolish man who built his house on sand, any fame or fortune built on deception will eventually crumble. The Bible reminds us in Proverbs 12 verses 26, the righteous choose their friends carefully, but the way of the wicked leads them astray. ജീവിതത്തിലെ ഏറ്റവും താഴ്ന്ന നിമിഷങ്ങളിൽ ദൈവം തുറന്ന കൈകളോടെ കാത്തിരിപ്പുണ്ടെന്ന് കണ്ടുപിടിച്ച ഒരാളുടെ യാത്ര, അതായത് ഒരു തിരിച്ചുവരവിൻ്റെ കഥ ഇവിടെ അവസാനിക്കുന്നു. കഥ ഷൈജു ചെറിയൻ, തിരക്കഥ സംഭാഷണം സംവിധാനം മോബി മാത്യു ആൻഡ് ജൂലി കോശി. അഭിനേതാക്കൾ എബി ഫിലിപ്പ്, അജോയ് വർഗീസ്, ജോയേഷ് എബ്രഹാം, ജൂലി കോശി, മിനി ചെറിയാൻ, മോബി മാത്യു, പ്രവീൺ കർളഹള്ളി, പുഷ്പ എബ്രഹാം, സാജൻ വൈദ്യൻ, സാം കുര്യൻ, സിബി എബ്രഹാം, ഷൈജു ചെറിയാൻ. ടെക്നിക്കൽ എബി ഫിലിപ്പ് ആൻഡ് മിനി ചെറിയാൻ.